എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇനി നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരൻ ഉണ്ടാക്കിയാലോ. നമ്മുടെ ത്രിവർണ്ണ പതാകയുടെ നിറത്തിനോട് സാമ്യമുള്ള വളരെ കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റിയായ, ഉണ്ടാക്കാൻ നല്ല ഈസി ആയിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന 3 ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതി, അതുപോലെ 2 ക്യാരറ്റ്, പച്ചമുളക്. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് കഴുകി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ ഫ്ലാഗിൻ്റെ ഒരു ലുക്ക് കിട്ടുന്ന രീതിക്ക് ഒന്ന് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ റെസിപ്പി അങ്ങ് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ പൊട്ടിയ ശേഷം ഇതിലേക്ക് കുറച്ച് ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടിയും കൂടി. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പൊടികളുടെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ മാത്രം മതി. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മതി, ചിലപ്പോൾ പെട്ടെന്ന് തോരന് ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം വളരെ കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി തൂത്ത് നടുക്കോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ചും കൂടി വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആവിയിലിരുന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 2 മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. ക്യാബേജ് പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്യാരറ്റും ക്യാബേജും കൊണ്ടുള്ള ഒരു ഉഗ്രൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ തോരനാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെജിറ്റബിൾസ് കൊണ്ടുള്ള ഫ്ലാഗും ഈ ഒരു ഈസി തോരനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക്